And first of all, I would like to welcome all to our great platform, Positive Talks. നിങ്ങൾ എല്ലാവരെയും വിലപ്പെട്ട സമയം നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുത്ത തീരുമാനം തന്നെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നമ്മളെ ടോപ്പിക്കിലേക്ക് കിടക്കാണ്. ഓൾറെഡി എനിക്ക് തോന്നുന്നൊരു 5-10 മിനിറ്റ് നമ്മൾ ഓൾറെഡി ഡിലേഡ് ആണ്. സോ വി ആർ ഡയറക്ട്ലി മൂവിങ് ടു ദ ടോപ്പിക്. An idea can change our lives. വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു എന്താ പറയാ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി നമ്മളെല്ലാവരും വളരെ കേട്ട് പരിചയമുള്ള ഒരു ടോപ്പിക്കാണ്. An idea can change our lives. ഞാൻ പറയുന്ന എന്റെ ജീവിതം മാത്രമല്ല, നമ്മളെല്ലാവരുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ചെറുതല്ല, വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് ഞാൻ പ്രസന്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് യു വിൽ കം ടു നോ. ജസ്റ്റ് നമ്മൾ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു, സി പോസിറ്റീവ് ടോക്സ് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഫോം ചെയ്തത് ഇറ്റ് കെയിം ഫ്രം എൻ ഐഡിയ ഓഫ് സ്പ്രെഡിങ് തോട്ട്സ് ആൻഡ് സജഷൻസ് ആൻഡ് ആൾക്കാർക്ക് ബാക്കിയുള്ളവരിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ തുടങ്ങിയ ഒരു പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി പോസിറ്റീവ് ടോക്സ്. നമ്മളെ ഹരിയേട്ടനും ശ്രീനിയേട്ടനും ഇവർ രണ്ടുപേരും ആയിരുന്നു ഇതിന്റെ ഒരു അമരക്കാര്. അതിനുശേഷം വി ഫോംഡ് എ ഗ്രൂപ്പ് ആൻഡ് വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ദിസ് പ്ലാറ്റ്ഫോം. ഇന്ന് ഇത് ഒരു ഏജ് ബാരിയറോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ബാരിയറോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ബാരിയേഴ്സും ഇല്ലാതെ വളരെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും വന്ന് അവരുടെ രീതിയിലുള്ള എന്തെങ്കിലും നല്ല തോട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഒരു അഡ്വൈസസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഇന്ന് മാറി. ഇന്ന് 34ാമത്തെ വെബ് സീരീസ് ആണ് ആക്ച്വലി ഇത്. ഇതൊരു കോവിഡ് വന്ന സമയത്ത് എല്ലാവരും വീട്ടിലായി, എല്ലാവരും കുറച്ചൊന്നും എന്താ പറയുക സൈലന്റ് ആയ സമയത്താണ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു സംഭവം മൈൻഡിലേക്ക് വന്നത്. സോ വാട്ട് ഐ എം കമ്മിങ് ഈസ് ലൈക്ക് an idea can change our life. സോ ഇത്രയും ആൾക്കാരിലേക്ക് നമ്മളിപ്പോൾ ഏകദേശം 34ഓളം വെബ് സീരീസ് നമ്മൾ അത്രയും നോളേജ് നമ്മൾ സ്പ്രെഡ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു സംഭവം. അതുപോലെ തന്നെ അത് ചെയ്യാൻ പറ്റാൻ ഉണ്ടായ ഒരു കാരണം കൂടി ഉണ്ട്. അന്ന് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങണം എന്നുള്ളത്. 2, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാനുള്ള ടെക്നോളജി നമ്മൾ എടുത്തിട്ടുണ്ട്. 3, അതിനുള്ള ആൾക്കാർ നമ്മൾ എടുത്തിട്ടുണ്ടായി. ഈ 3 സംഭവം വന്ന് ചേർന്നപ്പോഴാണ് വി കുഡ് ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ലൈക്ക് പോസിറ്റീവ് ടോക്സ്. ഇത് പറയാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരു ഐഡിയാസ് ചില സമയം സ്പോണ്ടേനിയസ് ആവും, ചില സമയം ഒരു ഐഡിയ വർക്ക്ഔട്ട് ആവണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അങ്ങനെ ഏകദേശം ഒരു 12 വർഷം മുമ്പേ ഒരാൾക്ക് തോന്നിയ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് തോന്നിയ ഒരു ഐഡിയ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ആക്ച്വലി. സോ ഞാൻ പ്രസന്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ ജസ്റ്റ് വാണ്ട് ടു ഷോ എ വീഡിയോ വിച്ച് റിയലി നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി. സോ ഐ വിൽ ടേക്ക് സ്ട്രേറ്റ് അവേ ടു ദാറ്റ് വീഡിയോ. अरे अंदर कहाँ गए? बच्चे को स्कूल में पढ़ाना है, एडमिशन फुल है। चलिए भाई साहब, गांव में स्कूल नहीं है, मेरे पोती को भर्ती कब कैसे पढ़ेगी? एक स्कूल में सबको कैसे पढ़ाऊं? आइडिया। Good morning, children. Good morning, children. Chup. Good morning, teacher. Boy. Good morning, teacher. E for teacher. Elephant. 2 3s are 6. 2 3s are 6. 2 5s are 10. S for Left, right, left. Jeff fell down and broke his crown, and Jill came tumbling down. Lakshmi Raghav is the best student of the year. Give it a big hand. सरजी, What an idea, Sarji. സോ 12 വർഷം മുമ്പ് ഈ ആഡ് ഇറക്കിയ സമയത്ത് വി നെവർ തോട്ട് ദാറ്റ് ഇങ്ങനെ ഒരു സംഭവം നമ്മളെ ലൈഫിൽ വരുന്നത്. സി ലാസ്റ്റ് ഫ്രം 1 year വി ആർ ജസ്റ്റ് പാസിംഗ് ത്രൂ ദാറ്റ്. നമ്മളെല്ലാവരും ഇത്രയും ദൂരം ഇരുന്ന് ഒരു ഓൺലൈൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മൊത്തം ലോകം തന്നെ മാറിയിരിക്കുന്ന ഒരു സമയമാണ് ആക്ച്വലി. സോ ദാറ്റ്സ് വാട്ട്. അന്ന് ചില സമയം ആ ടെക്നോളജി അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യം അന്ന് ഉണ്ടായിരുന്നില്ല എന്നത് ആയിരിക്കാം ചില സമയം അന്നത് ഇംപ്ലിമെന്റ് ചെയ്യാണ്ട് പോയത്. ബട്ട് ഇന്നത് ആ ഒരു ആവശ്യമായി മാറി. സോ ദാറ്റ് ഐഡിയ ബിക്കേം ഗ്രേറ്റ് തോട്ട് ആക്ച്വലി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാനുള്ള കാരണം. അപ്പൊ ഓഫ് കോഴ്സ് നിങ്ങൾ എല്ലാവരും ചോദിക്കും
ഐഡിയ എന്ന് പറയുന്നത് എവിടുന്നാ വരിക? നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണോ ഐഡിയ? അല്ല ആരെങ്കിലും അടുത്തും മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണോ? അതിലേക്ക് ഞാൻ പോവുകയാണ്. സോ എവിടുന്നാണ്, ഫ്രം വെയർ? ഓഫ് കോഴ്സ് നമ്മളെ അതിൽ പോകുന്നതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് നമ്മൾ ഈ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നത്, ആസ് യു ഓൾ നോ, ഒരു എന്താ പറയുക, ഒരു ബിഗ് ബാങ് തിയറി പ്രകാരം പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഒരു വലിയൊരു സ്ഫോടനത്തിൽ നിന്നാണ് ഒരുപാട് പ്ലാനറ്റ്സ് ആയിട്ട് അത് ഒരുപാട് തീഗോളങ്ങളായിട്ട് അത് മാറുകയും അത് പിൽക്കാലത്ത് ഒരു വലിയ പ്ലാനറ്റ്സ് ഒക്കെ ആയി. അതിൽ എർത്തും ഒരു പ്ലാനറ്റ് ആണ്. അപ്പോൾ അതും ഇതേമാതിരി ഒരു തീഗോളമായിരുന്നു. അത് ഗ്രാജുവലി വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് അത് അതിന്റെ ടെമ്പറേച്ചേഴ്സ് ഒക്കെ കുറഞ്ഞു വന്നു. അവിടെ ഒരു ലിവിങ് സ്പീഷീസിനൊക്കെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാനറ്റായി മാറി. അവിടുന്ന് തുടങ്ങിയ ഒരു ആക്ച്വലി ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ്. സോ വി ഹാവ് ടു മൂവ് ഓൺ. നമുക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനി മുമ്പോട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ചേഞ്ചസ് ഹാപ്പൻസ്. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് ഫാസ്റ്റ്, സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് വെരി ഗ്രാജുവലി. സോ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ഇവിടെ ഒരു റിസർച്ച് നടന്നതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തത് അതിൽ സെക്കൻഡ് പൊസിഷനിൽ വന്നത് ഒരേ ഒരു സംഭവമായിരുന്നു, നല്ലൊരു ഐഡിയ, നല്ലൊരു തോട്ട്. അതായിരുന്നു ആക്ച്വലി ഞാൻ കുറേ കൂടി ബിസിനസ് ആംഗിളിനെ കണക്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഐഡിയനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഐഡിയന്റെ ഒരു അഭാവം ആയിരുന്നു ആക്ച്വലി ബിസിനസ്സിന് മിസ്സായത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഒരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റിയലിസ്റ്റിക് ടു ദ ഇറ വി ആർ ലിവിങ് ഇൻ. ആക്ച്വലി നമ്മളെ മുമ്പിലുള്ള നമുക്ക് ഒരുപാട് ഐഡിയാസ് നമുക്ക് തോന്നാം, പക്ഷെ അത് ഒരു ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐഡിയാസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾക്കിപ്പോൾ ഒരുപാട് ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വന്നു പോകും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഐഡിയാസ് വരും എങ്ങനെയാന്ന് വെച്ചാൽ വലിയൊരു പ്രശ്നം അവരുടെ മുമ്പിൽ വന്നു. ഇപ്പം സപ്പോസ് ഒരാൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വന്നു. അപ്പൊ ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് നെക്സ്റ്റ് തിങ് ദേ തിങ്ക് ഈസ് ലൈക്ക് വാട്ട് വി ഡു. അന്നേരമാണ് അവരുടെ ബ്രെയിൻ വിൽ സ്റ്റാർട്ട് വർക്കിംഗ്. അപ്പോ വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് ഒരുപാട് ചിന്തകൾ ഇറ്റ് വിൽ കീപ് ഓൺ കമ്മിങ് ടു ദെയർ മൈൻഡ്സ് ആൻഡ് ദേ വിൽ കം ടു എ സൊല്യൂഷൻ. അവർ ഒരുപാട് ആൾക്കാരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു ഔട്ട്കം അവർക്ക് കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ ഈ പ്രോബ്ലംസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഐഡിയാസ് നമ്മളെ ഉള്ളിലേക്ക് കടന്നു വരും. അതുപോലെ തന്നെ നമ്മൾ പുതിയ ടെക്നോളജീസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതുമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൺ ഈസ് ലൈക്ക് നമ്മൾ കഴിഞ്ഞ ഞാൻ സെഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പം പുതിയ ടെക്നോളജി, പുതിയ കാഴ്ചപ്പാട്, പുതിയ ജനറേഷൻ, പുതിയ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ വി വിൽ ബി ഔട്ട്ഡേറ്റഡ്. അപ്പൊ നമ്മൾ ബിസിനസ് തന്നെ നമ്മൾ ഔട്ടായി പോകും. അപ്പൊ സോ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ലൈക്ക് വി ഹാവ് ടു ലേൺ ദ ടെക്നോളജി. അത് നമ്മൾ പഠിച്ചേ പറ്റൂ. ആ ടെക്നോളജി പഠിച്ചിട്ട് വേണം നമ്മൾ വി ഷുഡ് മൂവ് ഓൺ. അപ്പോൾ അതനുസരിച്ചിട്ട് വരുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ന്യൂ ഐഡിയാസ്. പുതിയ ടെക്നോളജി പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് തന്നെ നമുക്ക് വരും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്നിപ്പം ഒരാൾക്ക് ഷോപ്പ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് കെട്ടുക, സ്റ്റോക്ക് ഫില്ല് ചെയ്യുക, അതിന്റെയൊക്കെ വലിയ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾക്കിപ്പോ നമ്മുടെ മുമ്പിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ പല ആൾക്കാർ ഇപ്പൊ ആമസോണിലൊക്കെ അവരൊരു സെല്ലിംഗ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ദേ സ്റ്റാർട്ടഡ് സെല്ലിംഗ്. അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അവർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. സോ കാര്യങ്ങളിൽ നമ്മൾ ടെക്നോളജി ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത സമയത്ത് അറിയാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഐഡിയാസ് ജനറേറ്റ് ആവുന്നത് കോഫി ഷോപ്സിലും പിന്നെ അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻസിലും ഒക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പറയും ഈ കോഫി ഷോപ്സിൽ ഇരിക്കുന്ന സമയത്ത് കോഫിയും കുടിക്കും, നമ്മൾ വളരെ ഓപ്പൺ അപ്പ് ആവും. അപ്പൊ നമ്മൾ പല ഐഡിയാസ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആക്ച്വലി 1950 57 അങ്ങനെ there was a satellite launched by Russia. അപ്പം അതിന്റെ ന്യൂസ് ഇങ്ങനെ രണ്ടാള് കേട്ടോണ്ടിരിക്കുകയാണ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം അവര് ഇങ്ങനെ ആലോചിച്ചു, സാറ്റലൈറ്റ് ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഗിവിങ് സം സിഗ്നൽസ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ആ സിഗ്നൽ നമുക്ക് ക്യാപ്ചർ ചെയ്തുകൂടാ, എന്നിട്ട് നമുക്ക് മനസ്സിലായിക്കൂടാ വാട്ട് ഇറ്റ് ഈസ്. സോ അവർക്ക് ആ ഒരു സംഭവം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അന്ന് ആ രണ്ടു പേരിൽ ഒരാൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ദേ വെന്റ് ടു ദ ലാബ്. അവർ അതിനുള്ള റിസർച്ചും കാര്യങ്ങളും തുടങ്ങി. ആൻഡ് ഗ്രാജുവലി വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് അവര്
ആ സിഗ്നൽ ട്രേസ് ചെയ്യാൻ തുടങ്ങി. സിഗ്നൽ ട്രേസ് ചെയ്ത് അവർക്ക് മനസ്സിലായി അതിൻ്റെ അകത്ത് വരുന്ന സിഗ്നൽ ഇന്നതാണ്. അപ്പൊ അത് അവര് ഒരുപാട് ആൾക്കാർ അത് സിഗ്നൽ ഇങ്ങനെ സാറ്റലൈറ്റ് സിഗ്നൽ കിട്ടുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നു. സോ ദേ സ്റ്റാർട്ടഡ് ഹിയറിംഗ് മൈന്യൂട്ട് ലെവൽ സിഗ്നൽസ്. ആ സിഗ്നൽ കേട്ട് പിന്നെ they realize that there is a small variations happening in the signals. So they started researching again. അപ്പൊ അവർക്ക് മനസ്സിലായത് ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സിഗ്നൽസ് ഈസ് ചേഞ്ചിങ്. അപ്പൊ അവർ പറഞ്ഞു ആ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന അതിന്റെ സ്പീഡും അതിന്റെ ആ ഒരു ഏത് ലെവലിലാണോ അത് മൂവ് ചെയ്യുന്നത് അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് പൊസിഷൻ. അപ്പോ ആ ഒരു മാത്തമാറ്റിക്സ് അവരവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. ദേ ഫൈൻഡ് ഔട്ട് ആക്ച്വലി ആഫ്റ്റർ എ ലോട്ട് ഓഫ് റിസർച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി ഏത് പോയിന്റിൽ ഏത് പൊസിഷനിലാണ് ആക്ച്വലി ആ സാറ്റലൈറ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പൊ ദേ വർ വെരി ഹാപ്പി, ദേ സെലിബ്രേറ്റഡ് ലൈക്ക് എനിത്തിങ്. അപ്പൊ അവരെ ഒരു ഇമ്മീഡിയറ്റ് ബോസ് വന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ലെറ്റ്സ് സീ, ഇത് നിങ്ങൾ ഇപ്പൊ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ലൈക്ക് സാറ്റലൈറ്റ് വിൽ ബി there and they have to identify a moving object on the planet. അതിന്റെ കറക്റ്റ് പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. ആ ഒരു സ്പാർക്ക് എന്നാണ് ആക്ച്വലി ഇന്ന് നമ്മളെ ലൈഫ് ഏറ്റവും ഈസി ആക്കിയിരിക്കുന്ന GPS ടെക്നോളജിയിലേക്ക് വന്നത്. നമ്മളില്ലെങ്കിൽ നാട്ടിൽ ഒരു വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാല് വാട്ട് വിൽ ഹാപ്പൻ, നമ്മളൊരു 100 ആളെടുത്ത് ചോദിക്കും ആ വഴി അങ്ങനെ എവിടെ പോകേണ്ടതെന്നൊക്കെ ഉള്ള. അപ്പോ നൗ ലൈഫ് ഹാസ് ബിക്കം സോ ഈസി. അത് ഒരാളെ മൈൻഡിൽ വന്ന തോട്ടാണ് ആക്ച്വലി. ആ റിവേഴ്സ് പ്രോസസ്സിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ ദ പൊസിഷൻ ഓഫ് എ മൂവിംഗ് ഒബ്ജക്ട്. അങ്ങനെയാണ് GPS നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഊബർ അല്ലെങ്കിൽ കരീം പോലുള്ള. നിങ്ങൾക്കറിയാം, നമ്മളെ പിന്നെ ഹരിയേട്ടനൊക്കെ അറിയുന്നുണ്ട്. നമ്മളെ രാഘവേട്ടനുണ്ട്, നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന രാഘവേട്ടനുണ്ട്. അപ്പൊ രാഘവേട്ടൻ്റെ അടുത്ത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചോദിക്കും, രാഘവേട്ടൻ ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു ഓട്ടം? രാഘവേട്ടൻ പറയും, ഇന്ന് അരുൺ മോനെ അത് കുറച്ച് ഡൗൺ ആയിരുന്നു, ഇന്ന് അധികം കച്ചവടം ഒന്നും വന്നിട്ടില്ല, അധികം ഓട്ടം കിട്ടിയില്ല എന്ന് പറയും. അതേ സ്ഥാനത്ത് നമ്മൾ ഇപ്പുറത്ത് നമ്മൾ കാണുന്നുണ്ട്, നമ്മളെ അമ്മമ്മയോ അല്ലെങ്കിൽ മീൻസ് ഫാദറോ ഇവരൊക്കെ റോഡിൽ നിൽക്കുന്നത് എന്തിനാ ഒരു ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. സോ എനിക്ക് പേഴ്സണൽ നമ്മളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. ലൈക്ക് നമ്മൾ വീട്ടിലിരിക്കും, ഓട്ടോന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി റോഡിലേക്ക് പോകും, എന്നിട്ട് നോക്കും. അപ്പോൾ ഓട്ടോ നോക്കുമ്പോൾ ഒന്നിക്കൽ അതിൽ ആളുണ്ടാവും, അല്ലെങ്കിൽ അവർ പറയും നമ്മൾ പോയിട്ട് വരുമ്പോൾ തിരിച്ചെടുക്കാം. ഇതൊക്കെ ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ആ ഒരു സംഭവത്തിൽ നിന്ന് ഇപ്പം മാറിയിട്ട് ടോട്ടലി വേൾഡ് ഈസ് മൂവിങ് ടു എ വെരി സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് വേ. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും സംഭവം ബുക്ക് ചെയ്യാനും ഇതാക്കാനും പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ ലോകം മാറിയിരിക്കുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ സ്ലോ ആൻഡ് സ്റ്റഡി. നമ്മൾ ഇന്ന് നമുക്കൊരു ഐഡിയ തോന്നാം, ബട്ട് അത് ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് നാളെ എങ്കിലും അത് നടക്കും. ബിക്കോസ് വെൻ ദ ടെക്നോളജി കംസ് ഇൻ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ചേരുവ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗെറ്റ്സ് ഇംപ്ലിമെന്റഡ്. സോ ഒരു ഐഡിയ പോലും നിങ്ങൾ ഇറ്റ് വിൽ നോട്ട് ഗോ out of the box. So always concentrate on your ideas and it will get implemented. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ മൊത്തത്തിലുള്ള സാരാംശം എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ഐഡിയ എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും. അതിന്റെ ഒരുപാട് ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. അത് നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക്. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളെ ന്യൂട്ടന്റെ sometimes just a mere thought that comes to our mind can change the way our world exists. It can change the lives where we are living. A very simple example to make the picture clarity is the famous scientist Newton. When an apple fell down in front of him, his mind clicked with the idea of gravity and the era of classical physics began. Just like this. ഒരു ആപ്പിൾ വീണപ്പോഴാണ് പിന്നെ ഒരു ഫിസിക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ അവിടെ ജനറേറ്റ് ആയി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പം ഇറ്റ്സ് എ സ്പാർക്ക് ആക്ച്വലി, ഒരു ചെറിയൊരു സ്പാർക്കാണ്. അതാണ് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് വലിയൊരു സംഭവമായിട്ട് മാറുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ഫേസ്ബുക്ക് വാസ് ക്രിയേറ്റഡ് ബിഹൈൻഡ് ദ ഐഡിയ ഓഫ് നോയിങ് പീപ്പിൾ. ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് മേക്കിംഗ് ഫ്രണ്ട്സ് വിത്ത് ദം. ഇറ്റ് സൗണ്ട്സ് ക്രേസി ടു സിറ്റ് അറ്റ് ഹോം ബിസൈഡ് യുവർ ലാപ്ടോപ്പ് ആൻഡ് മേക്സ് ഫ്രണ്ട്സ് ഇൻ എ പാർട്ട് ഓഫ് ദി വേൾഡ്. നമ്മൾ തന്നെ ഒരു 10-15 വർഷം പിറകോട്ട് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഫേസ്ബുക്ക് എവിടെയോ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരെ നമ്മൾ ഫ്രണ്ട്സ് ആക്കുക, ഇറ്റ് വാസ് വിയർഡ് ഫോർ അസ്. നമ്മളെ വീട്ടിന്റെ അടുത്തിൽ അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരെ നമ്മൾ ഫ്രണ്ട്സ് ആക്കുക എന്നല്ലാണ്ട് ഔട്ട് ഓഫ് ദ വേൾഡ് നമ്മൾ എങ്ങനെയാ എന്നുള്ളത് നമുക്കൊരു സംശയമായിരുന്നു. ബട്ട് ടുഡേ യു കനോട്ട് സ്പെൻഡ് എ ഡേ വിത്തൗട്ട് ചെക്കിംഗ് ഓൺ ഫേസ്ബുക്ക്. ആ രീതിയിലേക്ക് അത് മാറിയിരിക്കുന്നു.
അതേപോലെ തന്നെയാണ് ഗൂഗിൾ. Google was founded by two PhD students, Larry Page and Sergey Brin, in 1998. Google is a search engine and it was created to help people search for anything they want or need to know. Nowadays, Google is one of our amazing teacher who has all the answers to all our questions. I bet you ask one questions from Google than people in the past used to ask with their parents. നമുക്കെല്ലാവർക്കും എക്സ്പീരിയൻസ് ഇല്ലാണ്. നമ്മൾ സാധാരണ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ അച്ഛനമ്മമാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കും. ഇന്ന് നോ വൺ ആസ്ക്. എല്ലാവർക്കും ഇപ്പം വോയിസ് ഉണ്ട്, വോയിസ് ഇതുണ്ട്, പ്ലസ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഐഡന്റിഫൈ ചെയ്യും. ചെറിയ എൻ്റെ മോള് പോലും ഗൂഗിളിൽ വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇത് വരും. അപ്പൊ തീർച്ചയായിട്ടും അവര് ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മളെ അടുത്ത് പോലൊന്നും ചോദിക്കാതെ ഗൂഗിളിന്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ഫൗണ്ട് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ടു സ്റ്റുഡൻസ് ഓഫ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, മൈക്ക് ക്രിഗർ ആൻഡ് കെവിൻ സിസ്റ്റം. One day Kevin came up with an idea of photo sharing app and created it with Mike. Think about this, an app just for sharing pictures and nothing at all. Before Instagram became part of our lives, it seems crazy, but now everyone is using it. വെറുതെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോട്ടോസ് ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് അന്ന് വളരെ ക്രേസി ആയിട്ട് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു. ബട്ട് ഇന്ന് മോസ്റ്റ് ഓഫ് ദം ആർ യൂസിങ് ഇൻസ്റ്റാഗ്രാം. അതേപോലെ തന്നെയാണ് യൂട്യൂബ്. യൂട്യൂബ് ഈസ് എ പ്ലാറ്റ്ഫോം where anyone can share and watch any video on any topic. You can use it to have some fun, and if you are in a mood, you can study here and listen to the video lectures of your favorite teachers from around the world. If you are lucky enough to have some amazing talents like very good voice, cooking skills, beauty enhancing skills, or anything else amazing that you think is worth sharing, you can create your own channel and earn a handsome amount of money. അപ്പോ ഈ രീതിയിലേക്ക് അതിനെ മാറിയിരിക്കുകയാണ് യൂട്യൂബ് ഒക്കെ. അപ്പൊ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു സ്പാർക്കിന്ന് വരുന്ന കാര്യങ്ങളാണ്. ആൻഡ് അതുപോലെ തന്നെയാണ് വാട്സപ്പ് ഇൻ 2008 ആഫ്റ്റർ ആള് ഫൈൻഡ് ഔട്ട് ചെയ്തെന്ന് വെച്ചാൽ ആഫ്റ്റർ ഹി വാസ് റിജക്റ്റഡ് ഫ്രം എ ജോബ് അറ്റ് ഫേസ്ബുക്ക്, വാട്സപ്പ് അയാൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഇറ്റ് started using by many in the world. Actually, there is a lot of apps for messaging, but what makes this app special is that it is the easiest way of conversation. When you are into a group chat, you can have your profile picture on it, put your status there, and also have a group chat facility. Plus its emojis are very amazing. അപ്പോൾ അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ എലമെന്റ്സ് നമുക്ക് അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരീം, ഊബർ, ഓല, ഇതൊക്കെ ഇതേമാതിരി. കരീം ഇസ് എ കാർ ബുക്കിംഗ് ആപ്പ് കറന്റ്ലി ഓപ്പറേറ്റിംഗ് ഇൻ 53 cities globally. ഇത് ജസ്റ്റ് അവർ വർക്ക്ഔട്ട് ചെയ്തെന്ന് വെച്ചാൽ കാർ ബുക്കിംഗ് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. നൗ ദേ ആർ ദ ബില്ലേനിയേഴ്സ് ആക്ച്വലി. അതേപോലെ തന്നെ പോസിറ്റീവ് ടോക്സിന്റെ ഒരു മാതൃകയാണ് ആക്ച്വലി നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ് TED Talks. It began in 1984 as a conference-based technology, entertainment, and design. It was just based on sharing ideas, and now some of the TED Talks can actually change your lives forever. It was designed to answer the questions of people: can you change our life? And guess what? That one idea changed millions of lives today. Just ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആക്ച്വലി ആ സംഭവം വന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ ലൈഫ് ചേഞ്ചിങ് പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിരിക്കുകയാണ് TED Talks. അതേപോലെ തന്നെയാണ് ആമസോൺ വരുന്ന സമയത്ത് where do you think the idea of online shopping come from? The founder of Amazon.com was thinking of a business product in context with the growing internet usage around the globe. ആൾ അന്നേരം ചിന്തിച്ചത് ഇന്റർനെറ്റ് ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, അപ്പം how we can make it as a selling platform, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം എങ്ങനെ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളത്. അവിടെ നിന്നാണ് ആ തോട്ട് വന്നത്. അങ്ങനെയാണ് ഇന്ന് ആമസോൺ ആയിട്ട് ഇത്രയും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോ ഞാൻ ഇത്രയും ടെസ്റ്റിമോണിയൽസ് ഇത്രയും എക്സാമ്പിൾസും പറയാൻ കാരണം ഇന്ന് ലോകത്തിലുള്ള നമ്പർ 1 കമ്പനീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ വന്നിരിക്കുന്ന ജസ്റ്റ് ഓൺ എ സ്പാർക്കിലാണ്. ആക്ച്വലി ഒരു ചെറിയൊരു ഐഡിയ ആണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു കമ്പനി ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആൾക്കാർ ഉണ്ട്, അവരൊക്കെ നമുക്ക് പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മൈൻഡിലുണ്ടാവും. അപ്പൊ ഇതിലൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് പലരുടെ മനസ്സിലും ഉണ്ടാവും, ഓക്കെ ഇത് ഞാനും ചിന്തിച്ചാണല്ലോ, ദെൻ വൈ ഐ കുഡന്റ് ഡു ഇറ്റ്. അവിടെയാണ് നമുക്ക് വേണ്ടത്. വെൻ യു ഹാവ് എൻ ഐഡിയ,
യു ഷെയർ വിത്ത് അതേഴ്സ്. ഷെയർ വിത്ത് അതേഴ്സ് എന്ന് വെച്ചാൽ ആ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അവരുടെ ഇടയിലേക്ക് നിങ്ങൾ ഇത് സ്പ്രെഡ് ചെയ്യുക. ആ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് ഈസ് ലൈക്ക് അവിടുന്ന് അത് അതിന്റെ എല്ലാ രീതിയിലുള്ള വശങ്ങളും വരും. അപ്പൊ ഞാൻ ഇതൊക്കെ ഉള്ള സമയത്ത് തന്നെ എന്റെ മനസ്സിൽ വന്നൊരു തോട്ടാണ്. ആക്ച്വലി നമ്മളെപ്പം പറയും നമ്മളെ ജസ്റ്റ് ഐ വാണ്ട് ടു ടെൽ എ സ്മോൾ സ്റ്റോറി ഇൻ ബിറ്റ്വീൻ. നമ്മളെ ഗാന്ധിജിന്റെ ഒരു കഥയാണ് ആക്ച്വലി. അപ്പോ ഗാന്ധിജിന്റെ അടുത്ത് ഒരു അമ്മ അവരെ കുട്ടീനെ കൂട്ടിയിട്ട് പോയി. ആ കുട്ടിക്ക് എപ്പോഴും നോക്കിയാലും ഭയങ്കര ഇതായിരുന്നു, ഈ വെള്ളം കഴിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പൊ അത് നിർത്താൻ വേണ്ടിയിട്ട് ഗാന്ധിജിന്റെ അടുത്ത് ഉപദേശത്തിന് കൊണ്ടുപോയതാണ്. അപ്പോ അമ്മ കുട്ടീനെ കൂട്ടിയിട്ട് എത്രയോ കിലോമീറ്റർ നടന്നിട്ടാണ് ഗാന്ധിജിന്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അവിടെ എത്തി ഗാന്ധിജിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ മോൻ ഇങ്ങനെ വെല്ലാണ്ട് കഴിക്കുന്നുണ്ട്, അപ്പോ യു പ്ലീസ് അഡ്വൈസ് ഹിം. സോ ഗാന്ധിജി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. ദെൻ he started പോയിട്ട് വരാൻ പറഞ്ഞപ്പം അമ്മ പറഞ്ഞു ഓക്കെ എന്നാൽ കുഴപ്പമില്ല പോയിട്ട് വരാം. ദെൻ ഷീ വെന്റ്. 15 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. ഗാന്ധിജിന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞു പോയിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പം അമ്മ വിചാരിച്ചു എന്തോ കാര്യമായിട്ട് ഗാന്ധിജി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്, സോ മോന്റെ ഇത് മാറുമായിരിക്കും പെട്ടെന്ന് തന്നെ ആ ഒരു ഇത്. പക്ഷെ മോന്റെ ഇത് മാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വന്ന് കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് വരുന്നത്. 3ാമത്തെ പ്രാവശ്യം വന്ന സമയത്ത് ഗാന്ധിജി പറഞ്ഞു, മോനെ വിളിച്ചിട്ട് പുറത്ത് ഇട്ടിട്ട് പറഞ്ഞു, മോനെ ഇനി മോന് വെള്ളം അധികം കഴിക്കരുത്, വെള്ളം കഴിക്കുന്നത് കുറക്കണം എന്ന് പറഞ്ഞു. അപ്പോ ലിറ്ററലി ആ മദർ ആകെ കൺഫ്യൂസ്ഡ് ആയി. മദർ ചോദിച്ചു, ഇത് പറയാനാണെങ്കിൽ യു കുഡ് ഹാവ് ടോൾഡ് ഇൻ ദ ഫസ്റ്റ് ടൈം ഇറ്റ്സെൽഫ്. സോ ഗാന്ധിജി അപ്പൊ പറഞ്ഞു, വെൻ യു കെയിം ഫസ്റ്റ് ടൈം ടു മീ, നിങ്ങളെ മോൻ എന്താണോ ഒരു ടെൻഡൻസി ഉണ്ടായത് ആ ടെൻഡൻസി എനിക്കും ഉണ്ടായിരുന്നു. സോ ഐ വാസ് ട്രൈയിങ് ടു റെഡ്യൂസ് ഇറ്റ് ഫ്രം മൈ ലൈഫ്. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ആ സമയത്ത് അഡ്വൈസ് ചെയ്യാണ്ടിരുന്നത്. അപ്പൊ ഞാൻ 15 ദിവസം ഞാൻ ട്രൈ ചെയ്തു, ബട്ട് ഐ കുഡന്റ്. പിന്നെ ഒരു 10 ദിവസം കൂടി ഞാൻ എടുത്തു, പിന്നെ ഞാൻ സ്ലോലി കൺട്രോൾ ചെയ്തു. ഇപ്പൊ നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് ഇപ്പം അത് കഴിക്കുന്നത് നിർത്തി. അതിനുശേഷമാണ് ഐ ആം അഡ്വൈസിങ് യുവർ സൺ. അപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ കുറച്ചും കൂടി ആധികാരികത അതിന് വരും. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നല്ല, ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഞാനും ഇതേമാതിരി കുറെ കാര്യങ്ങൾ ഞാനും ചിന്തിച്ചു, ഒരുപാട് ഐഡിയാസ്. കാരണം അത് ചിന്തിക്കാനുണ്ടായ ഒരു റീസൺ ഉണ്ടായിരുന്നു. നമ്മളെ ഇവിടെ നിന്നൊക്കെ ദുബായിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാര് ജോലി നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. അവിടെ നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ജോലി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ മനസ്സിൽ തോന്നി, ഇപ്പൊ ഓൾറെഡി നമ്മളെ കയ്യിലുള്ള കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? കാരണം ഒരാള് നാട്ടിലെത്തിക്കഴിഞ്ഞ് ജോലി ഇല്ലാണ്ട് നാട്ടിലെത്തിക്കഴിഞ്ഞാല് അവരുടെ കുടുംബം, അവരുടെ കുട്ടികള്, ഒരു ഫാമിലി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ആക്ച്വലി. സോ അവരൊക്കെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പൊ അതെങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, എങ്ങനെ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയെന്ന് എനിക്ക് തോന്നിയൊരു ആശയമാണ്. ഞാനത് എന്റെ മനസ്സിൽ തോന്നിയ ആശയം ഞാൻ ഇതേമാതിരി ഞാൻ എന്റെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്തു. അതിനുശേഷം അത് ഒരു പ്രൊജക്ട് പ്ലാൻ ആക്കിയിട്ട് ഐ പ്രസന്റഡ് ടു ദ CM, ദ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് കേരള. അപ്പൊ അവർക്ക് അയച്ചതിന്റെ ചെറിയ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമാണ് ആക്ച്വലി ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു. അപ്പൊ ആ പ്രൊജക്ടിന്റെ പേരാണ് ലെറ്റ്സ് മേക്ക് ഇറ്റ്. ലെറ്റ്സ് മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് is aimed to employ a large number of people who are currently returning from various parts of the world, and for the people of Kerala who are affected with the job loss due to the current situation. As we all know, currently world is becoming more smart and active, so the fittest will survive in the competitive world. We have all our master brains within our country, and we are depending upon others when we can do it ourselves. So let's make it is aimed to streamline all supply chains to a digital platforms, which will be 100% under the control and supervision of Kerala government. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം കേരളത്തിലുള്ള ഇപ്പൊ ഒരുപാട് സപ്ലൈകോ മുതൽ പിന്നെ റേഷൻ ഷോപ്പ് അങ്ങനെയുള്ള ഒരുപാട് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്ന സപ്ലൈ ചാനൽസ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അതിനൊരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മളെ നാട്ടിൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്. നമ്മളിപ്പം ഒരുപാട് പാരന്റ്സ് മക്കളിപ്പം പുറത്ത് വർക്ക് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ഷോപ്പിൽ പോയി ബൾക്കായിട്ട് സാധനം എടുത്തിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കലും ഒക്കെ ഫിസിക്കലി ചാലഞ്ചിങ് ആണ് ആക്ച്വലി. സോ
അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഓൺലൈനിൽ ഈ ഒരു സംഭവം വിത്ത് ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വന്നു കഴിഞ്ഞാൽ സോ പീപ്പിൾ ക്യാൻ ഈസിലി ഓർഡർ ഫ്രം ദാറ്റ് പ്ലാറ്റ്ഫോം ആൻഡ് അത് ഡയറക്റ്റ് നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഡെലിവറി മെത്തേഡ് ആയിട്ട് അതിനെ മാറ്റുകയും ചെയ്യാം. അവിടെയാണ് നമ്മളെ പോയിന്റ്. എന്നുവെച്ചാൽ നമ്മളിപ്പം ഊബർ അല്ലെങ്കിൽ ഓല ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരികയും ഇന്ന് നാട്ടില് ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. അതുകൂടാണ്ട് ഇപ്പൊ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ 3 സെഗ്മെന്റ്, കാറ്, ബൈക്ക്, ഓട്ടോ, ഈ 3 സംഭവമാണ് ആക്ച്വലി നമ്മൾ എടുക്കുന്നത്. അപ്പം ആർക്കൊക്കെയാണോ ഈ സംഭവം ഉള്ളത് അവരാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യുക. So it will be like a 25% it will go to the government and 75% it will be given to the people who are enrolling in that. അതിന് ഒരു ഫിൽറ്ററിങ് ഇതൊക്കെ ഉണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് ഗവൺമെന്റിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആൻഡ് ഇതിൽ അത് സെലക്ഷൻ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. So will be for the people who enroll for their vehicles and delivery based on the nearest location and availability of supply channels. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു നാട്ടിൽ നിൽക്കുകയാണ്, ഇപ്പം നീലേശ്വരം ത്തുള്ള ഒരാൾക്ക് അവർക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് മെസ്സേജ് വിൽ ഗോ ടു ദ നിയർ ബൈ. ഇതിൽ എൻറോൾ ചെയ്ത ആൾക്കാരുടെ ഇടയിലേക്കാണ് ഈ മെസ്സേജ് പോവുക. സോ ഹൂഎവർ പിക്സ് ഇറ്റ് ഫസ്റ്റ് ദേ ക്യാൻ ഗോ ആൻഡ് പിക്ക് ഫ്രം ദ ലൊക്കേഷൻ. ഈ സപ്ലൈ ചാനൽ ഏത് ഷോപ്പാണെന്ന് വെച്ചാൽ ആ ഷോപ്പിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാം. So they just need either a bike or a car അല്ലെങ്കിൽ ഓട്ടോ. ഈ 3-ൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ they can be part of our this thing. And അതുപോലെ തന്നെ others who enroll in our delivery fleet will get a fair income to run their family through delivery system. അപ്പോൾ ഇത് വരുന്നതോട് കൂടി ഏകദേശമുള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്കൊരു വരുമാനമാവും ആൻഡ് they can run their family well. അപ്പോൾ let's make it, once we have the fleet study, we will use this as a taxi service in Kerala with car, auto, bike, which will boost our tourism industry. ഇത് once നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ആയി കഴിഞ്ഞാൽ, ഇന്ന് തായ്ലൻഡിലൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെ സ്കൂട്ടർ ടാക്സി അടക്കമുണ്ട്. അപ്പം they take in a bike taxi എന്നൊക്കെ പറയും. അപ്പം അതുപോലെ നമ്മളെ ഒരു എന്താ പറയുക, കേരള ടൂറിസം എന്നുള്ള ഒരു ബാനറിൽ നമ്മളെ ഓട്ടോ, നമ്മളെ ബൈക്ക്, നമ്മളെ കാറുകൾ നമ്മളെ റോഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ഇറ്റ് ഈസ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കേരള. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതിനെ ഒരു നെക്സ്റ്റ് സ്റ്റേജ്, ഇപ്പൊ കോവിഡ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കം ആൻഡ് ടൂറിസം വിൽ ബൂം. അപ്പൊ ആ സമയത്ത് ഇത് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ UK US കമ്പനി ലൈക്ക് ഊബർ, ഓല ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ they created this, they understood the idea and they implemented the application and they are sitting in UK. അവര് രാത്രി കടന്നുറങ്ങി കഴിഞ്ഞാൽ ഇവിടെ പണിയെടുക്കുന്ന നമ്മളെ ആൾക്കാരാണ്. So what is happening is like all the income is going to them, even though our people are getting works. ആ ഇൻകം കംപ്ലീറ്റ് അവർക്കാണ് പോകുന്നത്. But that income should gradually come to the government. ആ ഗവൺമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ it will come to us only in different ways. So once we have a proper delivery system run by government, we have much more to do by aligning with all other sectors, and this will become first government project ever happened with the tagline for the people by the people, and many other states and countries will follow the same. As after COVID-19, things will change the way we see in a very faster way. നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൊത്തം ആ ഒരു കേരളം എന്നുള്ള സ്റ്റേറ്റിന് ഒരു ബൂസ്റ്റപ്പ്, ഒരു എനർജി കിട്ടുന്ന രീതിയിലേക്ക് അത് മാറും. സോ ഇറ്റ് വിൽ ബിക്കം ടൂറിസത്തിനൊക്കെ അത് ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു ഫ്ലീറ്റ് ആയിട്ട് മാറും. നമുക്ക് ഇത്രയും വലിയൊരു ഫ്ലീറ്റ് നമ്മളിപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പഞ്ചായത്ത് ലെവൽ തൊട്ടിട്ട് ഒരു സ്റ്റേറ്റ് ലെവൽ വരെ നമുക്കൊരു ഫ്ലീറ്റ് വന്നു കഴിഞ്ഞാലും എത്ര ആൾക്കാർക്ക് അത് വരുമാനം കിട്ടും, എത്ര ആൾക്കാർ നമ്മളെ നാട്ടിലേക്ക് ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡെവലപ്മെന്റ്സ് നടക്കും. കാരണം ഓരോ രാജ്യത്തിന് അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന് അതിൻ്റെതായ ഒരു മഹത്വം ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസം ആണ്. സോ അത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്കിത് മാറും. അതിലൂടെ ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാനിത് പ്രസന്റ് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കലി എനിക്ക് അവിടുന്ന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ എനിക്ക് അവരെ സൈഡിൽ നിന്ന് വന്നു. ആൻഡ് ഐ ജസ്റ്റ് ഷോ യു എ സ്ക്രീൻഷോട്ട് ഓഫ് ദ ഇമെയിൽ വിച്ച് കെയിം ടു മീ ഫ്രം ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സെൽ. അതിന്റെ ഒരു പെറ്റീഷൻ നമ്പറും ഇതൊക്കെ നമുക്ക് ഇട്ടിട്ട്, ആൻഡ് ഇറ്റ് വാസ് CC ടു തോമസ് ഐസക് ആൻഡ് AC മൊയ്തീൻ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് വന്നു. അതിനുശേഷം ഉള്ളൊരു ആക്ഷൻ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഐ എം സ്റ്റിൽ ഫോളോയിങ് അപ്പ്.
സോ ഇത് ഇന്ന് നടന്നിട്ടില്ലെങ്കിൽ നാളെ ഇത് നടക്കും എന്നുള്ളൊരു ശുഭവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഞാൻ കുറേ നാൾ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവം ആയിരുന്നില്ല ആക്ച്വലി. ഇറ്റ് കെയിം എ സ്പാർക്ക്, ഒരു സ്പാർക്ക് വന്നതാണ് ആക്ച്വലി. എനിക്ക് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് ഇതിങ്ങനെ എന്റെ മൈൻഡിലുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ നാട്ടിലേക്ക് ഇങ്ങനെ പോവാണ്, എന്താ ചെയ്യുക, വാട്ട് ദേ ആർ ഗോയിങ് ടു ഡു. അപ്പോ അങ്ങനെ ആലോചിച്ച സമയത്ത് ഓട്ടോമാറ്റിക്കലി ദിസ് തോട്ട് കെയിം ടു മീ. അത് ഞാൻ ഒരു നല്ലൊരു പ്രൊജക്ട് ആക്കിയിട്ട് ഐ സബ്മിറ്റഡ് ടു ദ ഗവൺമെന്റ്. ആൻഡ് ബിഫോർ സബ്മിറ്റിംഗ് ഐ ഡിസ്കസ്ഡ് വിത്ത് മെനി ഓഫ് മൈ ഫ്രണ്ട്സ് ഓൾസോ. പക്ഷെ ഇതൊരു ഗവൺമെന്റ് തലത്തിലേക്ക് ഇത് പോകുന്ന സമയത്ത് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയോ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു എ ഗവൺമെന്റ് അതിനൊരു വിശ്വാസ്യതയുണ്ട്, അതിനൊരു ആൾക്കാർക്ക് ആ ഒരു ഗുഡ് വിൽ ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ലെവലിൽ തന്നെ വരേണ്ട ഒരു സംഭവമാണ്. അത് മിനിസ്ട്രി ലെവലിലൊക്കെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വരേണ്ടതുണ്ട്, ഒരുപാട് ഡിസ്കഷൻസ് വരേണ്ടതുണ്ട്. അപ്പോ തീർച്ചയായും നമ്മളൊരു ഐഡിയ മാത്രം കൊടുത്തതാണ്. അപ്പം I don't know whether you have noticed, after I gave, I don't know, it's after my mail or message, around after 1 month or 1.5 month, CM തന്നെ നമ്മളെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഐഡിയാസ്, നല്ല ബിസിനസ് ഐഡിയാസ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഇത് തന്നെ ഉണ്ടാക്കി, ഒരു സെല്ല് തന്നെ ഉണ്ടാക്കി, ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ ചേർത്തിട്ടൊരു പ്ലസ് കുറെ കളക്ടേഴ്സിനൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണോ ഏറ്റവും നല്ല ഐഡിയാസ് പ്രസന്റ് ചെയ്യുന്നത് അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ അവർക്കുള്ള സ്പെഷ്യൽ പ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫർ ചെയ്തുകൊണ്ട്. സോ ദിസ് ഓൾ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ, ബട്ട് അത് ഇംപ്ലിമെന്റ് ആയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആക്ച്വലി. സോ ഇറ്റ് വിൽ ടേക്ക് ടൈം, എന്തായാലും സമയം എടുക്കും. ബട്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ എ ബെറ്റർ ടുമോറോ ഫോർ അവർ സ്വീറ്റ് കേരള. അതുപോലെ തന്നെ കമ്മിങ് ടു ദ കൺക്ലൂഷൻ പാർട്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ now you have an idea or a solution to a very common problem. Go work on it. One thing that should be kept in mind is, if you are a fan of an amazing idea, if you have, if you have an idea or a solution to a very common problem, go work on it. തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യണം, work on it. One thing that should be kept in mind is, if you are a fan of an amazing idea behind Facebook, Twitter, YouTube and Instagram, read the stories of those who created them. അത് ഉണ്ടാക്കിയ ആളെ സ്റ്റോറീസ് നിങ്ങൾ വായിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ഭയങ്കര ഒരു പ്രചോദനം നൽകും. അതുപോലെ തന്നെ ഫോളോ ദെയർ ബിലീഫ്സ് ബട്ട് ഡോണ്ട് കോപ്പി ദെയർ ഐഡിയാസ്. ഒരിക്കലും ഐഡിയാസ് കോപ്പി ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഇഫ് യു വാണ്ട് ടു മേക്ക് ഗൂഗിൾ, യു വിൽ എൻഡ് അപ്പ് മേക്കിംഗ് ഫയർഫോക്സ് ഓർ ഒപേര. And if you want to make YouTube, you will end up in making Dailymotion. To make it clearer, be unique in your ideas, be yourself in your work. That will definitely change your life. Be born realist, believe in making ideas happen. ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാവാം, നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് യുണീക്ക് ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ യുണീക്ക് റിസൾട്ട്. ആക്ച്വലി നമ്മൾ കോപ്പി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കോപ്പി ചെയ്യുന്നതിന് തെറ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ഐഡിയാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഇംപ്ലിമെന്റ് ഇൻ യുവർ പ്ലേസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇംപ്ലിമെന്റഡ്. സോ അത് നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, കാരണം അത് അത്രയും ആൾക്കാരിലേക്ക് ആ ഒരു ഫെസിലിറ്റി എത്തുകയാണ്. വി ആർ ട്രൈയിങ് ടു റീച്ച് ടു മില്യൺസ് ഓഫ് പീപ്പിൾ. നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കുറേ കൂടി വൈഡർ ആയിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളെ ഒരാളെ ലൈഫ് ചേഞ്ച് ചെയ്യാനല്ല, നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ വിൽ ട്രൈ നമ്മളെ മൊത്തം ഒരു വേൾഡിന് നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തിങ്ക് ഇൻ ദാറ്റ് ലെവൽ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൽ ചെറിയ രീതിയിലെങ്കിൽ നമുക്കൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരോ ഐഡിയാസും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം, ഇംപ്ലിമെന്റ് ചെയ്യണം. അത് എത്ര ചെറുതായാലും അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. ചില സമയം അതിൽ നിങ്ങൾ കാണാത്തൊരു സ്പാർക്ക് ചില സമയം നിങ്ങളെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്റെ അകത്ത് ചില സമയം കിട്ടിയെന്ന് വരാം. അപ്പം അങ്ങനെ കിട്ടിയത് ഞാനിപ്പോ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സംഭവമായിരുന്നു ആക്ച്വലി നമ്മൾ ഇന്നത്തെ പോസിറ്റീവ് ടോക്സിന്റെ ഈ ഒരു പ്ലാറ്റ്ഫോം പോലും. രണ്ടാൾക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് അത്. ഇന്നിപ്പോ 34ാമത്തെ വെബ് സീരീസ് ആയിട്ട് ചെന്ന് നിൽക്കുന്നു. സോ ഓഫ് കോഴ്സ് വി ആർ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വി ആർ ടേക്കിംഗ് ഇറ്റ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതുപോലെ തന്നെ കുറെ കുട്ടികൾ വന്നിട്ട് നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം ഓൾവേസ് അഡ്മയർ ഐഡിയാസ്. അത് ചില കുട്ടികളിലും ഐഡിയാസ് ഉണ്ടാവാം,
പ്രായമുള്ള ആൾക്കാരുടെ അടുത്തും ഐഡിയാസ് ഉണ്ടാവും. There is no age barrier or anything in ideas. So always an idea can change your life. I am closing my session with a small video. दुनिया नहीं बचेगी अगर पेड़ नहीं बचेंगे, और पेड़ नहीं बचेंगे जब तक पेपर नहीं बचेगा. अब पेपर कैसे बचाएं? कल तेरी बारी है. हेलो. आइडिया. पेपर आ गया. मैं नौकर. बोलो 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 बोलो. एक मसाला डोसा. मसाला डोसा. एक चिकन पफ. चिकन पफ. योर बोर्डिंग कार्ड सर. तमाम गवाहों और सबूतों को मद्देनजर रखते हुए बहन जी कोई पुराना अखबार आदि पेपर है तो दो. ऑटोग्राफ. थैंक यू. एक्सक्यूज मी, आपका फेस कहीं देखा है? सर जी. सर जी. अरे कट लो भैया.